ഹുമാ തോമസ് എംഎൽഎയ്ക്ക് അപകടമുണ്ടായ ഓഫീസിലെ നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ പോലീസ് കേസെടുത്തു. പരിപാടിയുടെ സംഘാടകരായ മൃദംഗാവിഷൻ MD നിഗോഷ് കുമാർ, CEO ഷമീർ അബ്ദുറഹീം, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ, നിഗോഷിന്റെ ഭാര്യ തുടങ്ങിയവരെ പ്രതി ചേർത്താണ് കേസ്. സംഘാടകർക്കെതിരെ പരാതികളുമായി കൂടുതൽ പേർ രംഗത്ത് വരികയാണ്. സംഘാടകർ സാമ്പത്തികമായി വഞ്ചിച്ചെന്നും പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കിയില്ലെന്നും നൃത്തപരിപാടിയിൽ പങ്കെടുത്ത കാക്കനാട് സ്വദേശി ശ്രീജ 24-നോട് പറഞ്ഞു. 29-ാം തീയതി നടന്ന മൃദംഗനാഥ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പങ്കെടുക്കാൻ ഞാനും ഉണ്ടായിരുന്നു. അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു. 4 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് ഈ പ്രോഗ്രാമിൽ 12,000 സ്ത്രീകളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. കുട്ടികൾക്ക് കുടിക്കുവാനോ അല്ലെങ്കിൽ പ്രാഥമിക വളരെ ദൂരത്തു നിന്ന് വന്ന ആളുകൾ വരെയാണ്, അന്യ രാജ്യങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവർക്ക് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ് ഈ മൃദംഗനാഥ സംഘാടകർക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണമെന്നാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് ഈ 12,000-ൽ പരം സ്ത്രീകളെ ശരിക്കും ഈ സംഘാടകർ ചൂഷണം ചെയ്യുകയായിരുന്നു സാമ്പത്തികമായിട്ട്. ശ്യാംകുമാർ വിവരങ്ങൾ വച്ചിരുന്നു. ശ്യാം, യഥാർത്ഥത്തിൽ ഗിന്നസ് റെക്കോർഡ് പരിശ്രമത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് അങ്ങോട്ട് പണം കൊടുക്കുകയാണ് വേണ്ടത്. അതുണ്ടായില്ലെന്ന് മാത്രമല്ല, അവരിൽ നിന്ന് പണം പലതോതിൽ ഇങ്ങോട്ടേക്ക് മേടിച്ചെടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് കൊടുക്കേണ്ട മിനിമം അമ്യൂണിറ്റീസ് പോലും കൊടുത്തില്ല എന്ന് പറയുന്ന ഗുരുതരമായ ഒരു അനാസ്ഥ അവിടെയുണ്ട്. അതിലേക്ക് വിശാലമായ അന്വേഷണം പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാമോ ശ്യാം? അഷ്മി, തീർച്ചയായും നിലവിൽ ഒരു പരാതിയിലാണ് പോലീസ് FIR ഇട്ടിരിക്കുന്നത്. പക്ഷേ കുട്ടികളിൽ നിന്ന് ഇന്നലെ മുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് ആരംഭിച്ചിരുന്നു. കൂടുതൽ കുട്ടികളും രക്ഷിതാക്കളും പരാതികളുമായി മുന്നോട്ട് വരാനുള്ള സാഹചര്യവും പോലീസ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ കർശന നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഈ കേസിലെടുത്തിരിക്കുന്ന വകുപ്പുകൾക്ക് പുറമെ കുട്ടികളെ പ്രാഥമിക സൗകര്യങ്ങൾ നൽകാതെ ഉപദ്രവിച്ചതിന് ബാലനീതി നിയമത്തിലെ വകുപ്പുകൾ ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. ഏതായാലും കുട്ടികളുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത കാക്കനാട് സ്വദേശിനി ശ്രീജ എന്ന യുവതി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നു തങ്ങളെ എന്നാണ് അവരുടെ പരാതി. ഇത്തരത്തിൽ നിരവധി പേർക്ക് പരാതികളുണ്ട്. ആ പരാതിയിലാണ് ഇപ്പോൾ മൃദംഗവിഷന്റെ MD CEO ഈ നടി ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത്, അവരൊരു അമേരിക്കൻ പൗരയാണ്, അവർക്കെതിരായും ഈ മൃദംഗവിഷന്റെ MDയുടെ ഭാര്യയ്ക്കെതിരായും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഓക്കെ, ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അത് കുറച്ചുകൂടി സീരിയസ് ആയ അന്വേഷണങ്ങളിലേക്ക് പോകുന്നു എന്ന് കരുതുന്നു.